എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് പനിയായിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നുണ്ടല്ലോ ഗൈസ്, ഞാൻ ഒരു അടിപൊളി സ്ഥലത്തിലോട്ടാണ് ഗൈസ് മീൻ പിടിക്കാൻ വേണ്ടി പോകണം. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഗൈസ്. അയ്യോ, കാരണം കുറേ നാളെ വിചാരിക്കുന്നു അങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ പോകണം എന്ന് വിചാരിച്ച ദിവസമായിരുന്നു എനിക്ക് നല്ലപോലെ പനി വന്നത്. പിന്നെ ഇപ്പോൾ ഒരാഴ്ചയായി നമ്മൾ എങ്ങോട്ടും പോകണമെന്നുമില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് എനർജിയൊക്കെ വന്നപ്പോൾ എന്നാൽ വിചാരിച്ചു ഇന്ന് തന്നെ പോവാമെന്ന്. ഇനിയിപ്പോൾ വയ്യാണ്ടാവുന്നതിന് മുന്നേ ഇനിയും പോകുന്നതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. എനിക്ക് എന്താ അവിടെ പോയാൽ എങ്ങനെയാണ് എന്താ എന്നൊന്നും എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. 3 മണിയല്ല, ഒരു 3:30 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ എത്താൻ തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വേണം. 10-20 കിലോമീറ്ററൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പോയിട്ട് നോക്കാം ഗൈസ്. മീൻ കിട്ടുന്നതിലുപരി അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നത് ആ ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന്. എന്തായാലും നമുക്ക് പോവാം ഗൈസ്. നമ്മൾ ചൂണ്ടയിലിടാൻ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഹാർബറിൽ വന്നതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഗൈസ് ഇവിടുത്തെ ഹാർബർ. ഗൈസ് നമ്മൾ കടലിലാണ് കേട്ടോ ചൂണ്ടാൻ വേണ്ടി വന്നേക്കണേ. കണ്ടോ ബോട്ട് പോകണ കണ്ടോ? ഇതിലൊക്കെ മീൻ ഉണ്ടാവും തോന്നുന്നുണ്ട് ഗൈസ്. കടലിൽ നിന്ന് വരണ കണ്ടോ, അവിടെ നിന്ന് കുറേ ബോട്ട് വരുന്നുണ്ട് ഗൈസ്. ഇവരൊക്കെ പോണതില്ലേ ഇത് ആ ഹാർബറിലോട്ടാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ മീൻ മേടിച്ചത്. അപ്പോൾ അവിടെയാണ് കുറേ മീനൊക്കെ കൊണ്ടുപോകണത് ഗൈസ്. നല്ല ഭംഗിയില്ലേ സ്ഥലം. നമ്മൾ കടലിലാണ് കേട്ടോ ചൂണ്ടാൻ വേണ്ടി വന്നേക്കുന്നത്. ഈ അരികത്ത് കൂടിയാണ് നമ്മൾ നടക്കുന്നത്. എന്തായാലും ഒരു അറ്റത്ത് പോകണം. അവിടെ കല്ലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ചൂണ്ടാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് സ്പേസ് ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്താണ് അങ്ങോട്ട് നടന്ന് പോവുകയാണ് ഗൈസ് ചൂണ്ടാൻ വേണ്ടിയിട്ട്. ദേ ഇവിടെയൊക്കെ വെള്ളമുണ്ട് കണ്ടോ. നമ്മൾക്ക് ഇവിടെയൊക്കെ ഇരുന്ന് വേണമെങ്കിൽ ചൂണ്ടാം. പക്ഷേ നമ്മൾ വലിയ മീൻ പിടിക്കണമെങ്കിൽ നമ്മൾ ആ അറ്റത്ത് പോകണം ഗൈസ്. നമ്മൾ വലിയ മീനാണ് എയിം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഹാർബറിൽ പോയിട്ട് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അയില മീനാണ് ഗൈസ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഒന്നില്ലെങ്കിൽ എൻ്റെ ചൂണ്ട പൊട്ടിച്ചിട്ട് മീൻ പോകും, അല്ലെങ്കിൽ എനിക്ക് മീൻ കിട്ടില്ല, അല്ലെങ്കിൽ മീൻ കിട്ടും ഗൈസ്. എന്തായാലും ഇത്രയും വലിയ മീനിനെ നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇടണം. നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഈ ചൂണ്ടയിലൊന്നും കടലിലൊന്നും ചൂണ്ടാൻ പോകരുതെന്ന്. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ഞാൻ വന്നതാണ് ഗൈസ്. എന്ത് നടക്കുന്നൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ ചൂണ്ട പൊട്ടുന്നൊക്കെ ഉറപ്പാണ്. എന്നാലും നമ്മൾ ചൂണ്ടണ്ട ഗൈസ്. നമുക്ക് എന്തായാലും വലിയ ചൂണ്ട മേടിക്കാം കേട്ടോ. ഇപ്രാവശ്യം മീനൊക്കെ കിട്ടുന്ന അറിയുകയാണെങ്കിൽ എന്തായാലും വലിയ ചൂണ്ട മേടിക്കാം. ഞാൻ എന്തായാലും ഒരു എക്സ്പെരിമെൻറ്റ് നടത്താൻ വേണ്ടി വന്നേക്കാം ഗൈസ്. മീൻ കണ്ടോ, മീൻ നമ്മൾ അവിടുത്തെ ഹാർബറിൽ പോയിട്ട് മേടിച്ചാണ് കേട്ടോ. അവിടെ കുറേ മീൻ ഗൈസ്, കുറേ മീൻ. ഇന്ന് അയിലയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ വേറെ മീനൊക്കെ വരും. ശരിക്കും ഞാനില്ലേ എന്താണ് മറ്റേ ചെമ്മീൻ ഗൈസ്, ഞാൻ ചെമ്മീനാണ് മേടിക്കാൻ പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടോ. പക്ഷെ ചെമ്മീൻ രാവിലെ വന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഗൈസ്. ഈ സ്ഥലം കുറച്ച് ഡേഞ്ചറസ് ആണ് കണ്ടോ. ബാക്കിലൊരു കാട് പോലെയാണ്, ഇപ്പുറത്ത് കടലാണ്. അവിടെ കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഭംഗിയില്ലേ ആകാശം നോക്കൂ ഗൈസ്. നമ്മൾ ആകാശം നോക്കാനൊന്നുമല്ല വന്നത്, മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞ് ഒരു 5 മണി ആയി കാണും. നമ്മൾക്കൊരു 7 മണി വരെയൊക്കെ നോക്കാം ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇവിടത്തേക്ക് എന്ത് മീനാണ്, പിന്നെ വേറെ ആൾക്കാർക്കൊക്കെ മീനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് നോക്കാം. ഓ ഗൈസ്, സൂപ്പറായിട്ടുണ്ട് ഗൈസ്. ഈ വൈബ് നല്ല സൂപ്പറുണ്ട്. മീൻ കണ്ടോ, മീൻ ഗൈസ്. ആ അറ്റത്തൊക്കെ ഇല്ലേ കുറേ പേര് ചൂണ്ടുണ്ട് കേട്ടോ. അവരെങ്ങനെയാണോ അവിടെ എത്തിയത്? എന്തായാലും ഇവിടെ നിന്ന് കണക്ഷനൊന്നുമില്ല. അപ്പോൾ അതേ കൂടെ എങ്ങനെയോ അവരവിടെ എത്തിയതാണ് തോന്നുന്നു ഗൈസ്. കണ്ടോ, ഇതേ ഇപ്പോൾ ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിലെന്തായാലും നിറയെ മീൻ ഉണ്ടാവുമല്ലേ ഗൈസ്. അവിടെ 2 ചേട്ടന്മാർ ചൂണ്ടിയിടുന്നുണ്ട് കേട്ടോ. അയ്യോ, 2 ചേട്ടന്മാരല്ലേ ഗൈസ്, കുറേ ചേട്ടന്മാർ ചൂണ്ടിയിടുന്നുണ്ട് കണ്ടോ. ഓ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. ദേ കാക്കയൊക്കെ പറക്കുന്നു ഗൈസ്. അവിടെ ഒരു സാധനം പൊങ്ങി കിടക്കുന്നില്ലേ, അതെന്താ അറിയോ, വലയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കടലിൽ വല ഇട്ടിരിക്കുന്നത് കാണുന്നത് ഗൈസ്. അവിടെ ഒരു അപ്പാപ്പം വല ഇടാൻ വേണ്ടി പോകുന്നു. ഞാൻ ആദ്യമായിട്ട് വലയും ഇടുന്നത് കാണുന്നു കേട്ടോ കടലിൽ. അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിപ്പോൾ കടലിൽ ഗൈസ്. കുറേ മീൻ കിട്ടുമായിരിക്കില്ല ഇങ്ങനെ വലയിട്ടാൽ. നമുക്ക് അടുത്ത് പോയി നോക്കിയാലോ? നോക്കണമെങ്കിൽ കുറച്ച് പാടുപെടണം ഗൈസ്. ഇതിൽ കൂടെ നടന്ന് അവിടേക്ക് നടക്കണം. എന്തായാലും ആ അപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏത് സമയത്താണ് വലയിടണ്ടേന്നൊക്കെ. അവിടെ നിന്നൊക്കെ കുറേ പേര് വല എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് അടുത്ത് പോയി നോക്കാം കേട്ടോ ആ അപ്പം വലയിടണത്. ഓ, മീൻ കിട്ടുമല്ലേ. ആള് നല്ല ദൂരത്തേക്ക് ഇറങ്ങി പോകണ്ട കേട്ടോ. അയ്യോ, ആളിനിപ്പോൾ പകുതി വരെ വെള്ളമായി ഗൈസ്. ആള് വല വീശി. ഓ, ഇത്ര അടുത്തൊക്കെ മീൻ ഉണ്ടാവുമായിരിക്കും അല്ലേ.
ആള് വലയൊക്കെ എടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഗായ്സ് കടൽ നോക്ക്, നല്ല ഭംഗിയുണ്ട് ഗായ്സ് കാണാൻ. നീല കളറ് വെള്ളം പോലെ കണ്ടോ. അവിടെയൊക്കെ കുറേ തെങ്ങുണ്ട് കേട്ടോ. ആളെന്തായാലും വല എടുക്കുന്നുണ്ട്. നോക്കാം നമുക്ക് മീനുണ്ടാവുമോ അതിൽ എന്ന്. മീനൊന്നും കാണുന്നില്ല. മീന് കിട്ടിയില്ല തോന്നുന്നു ഗൈസ്. മീന് കിട്ടിയില്ല ഗൈസ്. ചെറിയ മീനെ കിട്ടിയിട്ടുണ്ടെങ്കിലേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അടുത്ത ആളും വല വീശാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ വന്ന പണി നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ ഇവിടെയാണ് ചൂണ്ടയിടാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ. കാരണം അവിടെ നിന്ന് ഹാർബറിൽ നിന്ന് മീൻ മേടിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സൈഡ് ചൂണ്ടയിട്, അപ്പോൾ ചെമ്പല്ലി കിട്ടുന്നു ഗൈസ്. ഞാൻ ഇതുവരെ ചെമ്പല്ലി മീനെ കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം ഗൈസ്, മീൻ പിടിക്കാം കേട്ടോ. ഗൈസ് ഞാൻ പുതിയൊരു കൊക്കി മേടിച്ചു കേട്ടോ. കണ്ടോ, ഇത് നല്ല ഉറപ്പുള്ള കൊക്കിയാണ്. ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്ത് കൊക്കി പെട്ടെന്ന് വളയുന്നു ഗൈസ്. അപ്പോൾ ഇങ്ങോട്ട് കടലിൽ ചൂണ്ടാൻ വരാൻ വേണ്ടിയിട്ട് പുതിയ കൊക്കി മേടിച്ചു. അതുപോലെ തന്നെ ഞാൻ ഒരു ചെറിയൊരു വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര വലിയ സെറ്റപ്പിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഗൈസ്. അയ്യോ, ഫോണ് പോയാൽ പിന്നെ പണിയായി ഗൈസ്. ഇവിടെയാണ് നമ്മൾ ചൂണ്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞാൻ അവിടെ നിന്ന് മേലെ നിന്ന് ഇറങ്ങി താഴെ വരെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ചൂണ്ടി നോക്കാം ഗൈസ്. കണ്ടോ, കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചൂണ്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം മൈദമാവ് ഇട്ടിട്ട് ചൂണ്ടെന്നാണ് ഗൈസ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. ഗായ്സ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കടലിൽ ചൂണ്ടാൻ വേണ്ടിയിട്ട് ചൂണ്ടയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം മൈദമാവ് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ചൂണ്ട പോയി കണ്ടോ, റീൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളെന്തായാലും എടുത്തിട്ട് ഒരിക്കൽ കൂടി അങ്ങോട്ട് ഇടേണ്ടി വരും. കണ്ടോ ഗായ്സ്. സമയം 6 മണിയായിട്ടോ. കണ്ടോ, സൂര്യൻ അസ്തമിക്കാറാവുന്നേ ഉള്ളൂ. പക്ഷേ അയ്യോ, നല്ല പോലെ ആൾക്കാർ ഇപ്പോൾ ചൂണ്ടാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ഗൈസ് ഞാൻ കുറേ നേരം പരിശ്രമിക്കുന്നു. എൻ്റെ ഒരു കൊക്കി പോയി ഗൈസ്. എൻ്റെ ഒരു കൊക്കി കല്ലിൻ്റെ ഇടയിൽ തങ്ങി നിന്നു. അങ്ങനെ ഒന്ന് പോയി. ഞാനിപ്പോൾ വേറെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് നോക്കൂ, പക്ഷികൾ കൂട്ടത്തോടെ പറന്നു പോകണുണ്ടോ. വീട്ടിൽ പോയിരിക്കില്ലേ. കണ്ടോ, കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. സൺസെറ്റിൻ്റെ ടൈമായി കേട്ടോ ഗൈസ്. അവിടെ കണ്ടോ, ഇത് അവിടെ നിന്ന് അങ്ങനെ ഒരു വെള്ള കളർ മാത്രം പോണത് കണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഗായ്സ്. ആ ചേട്ടന് മീൻ കിട്ടിയിട്ടോ. കണ്ടോ ആളിപ്പോൾ എടുത്തിട്ട് മറ്റേതിലിടും. കണ്ടോ, ഓ ആൾക്കതിൻ്റെ സന്തോഷം ആളുടെ മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്ര നേരം വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾക്ക് മീൻ കിട്ടി കാണുന്നത് ഗായ്സ്. ആ ചേട്ടന് വീണ്ടും മീൻ കിട്ടിയിട്ടോ. കണ്ടോ, ഓ അയില പോലത്തെ മീനാണെന്ന് തോന്നുന്നു ഗായ്സ്. ആ ചേട്ടന് വീണ്ടും മീൻ കിട്ടിയതോ. കണ്ടോ, മത്തിയാണോ അത്? മത്തി പോലത്തെ ചെറിയ മീൻ ഗായ്സ്. ആ ചേട്ടനില്ലേ മറ്റേത് ഇടുന്നത്, കൊഞ്ചില്ലേ, ആ ചെമ്മീൻ ചെറുതാക്കിയിട്ട് ഇടുന്നത്. നമ്മൾക്ക് ചെമ്മീൻ കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ മീൻ കിട്ടാത്തത് ഗൈസ്. ഞാൻ വീട്ടിലെത്തിയിട്ടോ. ഇപ്പോൾ സമയം 7:30 ആയി കാണും. അപ്പോൾ മീനൊന്നും കിട്ടിയില്ല ഗൈസ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. കാരണം എനിക്കറിയാമായിരുന്നു കടലിൽ മീനൊക്കെ കിട്ടണം പറഞ്ഞു വെച്ചാൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കണം. നമ്മളത്രയ്ക്കൊന്നും അല്ലല്ലോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ എനിക്ക് മടുത്തു ഗൈസ്. ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് മടുത്തു. നമ്മൾക്ക് നമ്മുടെ പാടവും കനാലൊക്കെ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഒരാഗ്രഹം ഉണ്ടായിരുന്നു കടലിൽ പോയിട്ട് ചൂണ്ടയിടണം എന്നൊക്കെ. അപ്പോൾ മറ്റുള്ളവരൊക്കെ എന്തായാലും ചൂണ്ടയിടണമൊക്കെ കണ്ടു കേട്ടോ. അവരൊക്കെ ഭയങ്കര പ്രോ ആണ് തോന്നുന്നു. വലിയ ചൂണ്ടയൊക്കെ കൊണ്ടാണ് ഗൈസ് അവർ വന്നേക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്ന് ചൂണ്ടാൻ പോയതൊക്കെ. പക്ഷേ മടുത്തു. ഇനി ഞാൻ പോവില്ല ഗൈസ്. ഇനി നമ്മൾ നല്ലപോലെ ചൂണ്ടാൻ പഠിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഇനി ഞാൻ പോവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കടലിൽ ചൂണ്ടാൻ പോയപ്പോഴുള്ള അവസ്ഥ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.